അപ്പം മാരേജിനെ സംബന്ധിച്ചിടത്തോളം പലരും പല കസ്റ്റമറി പോലെ തന്നെയാണ് മാരേജ് വരുന്നത്. ദ സെയിം വേ തന്നെ ഡിവോഴ്സും വരാറുണ്ട്. അതായത് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വരാറുണ്ട്, ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വരാറുണ്ട്, മുസ്ലിം മാരേജ്, അങ്ങനെ ഓരോ കസ്റ്റത്തിനനുസരിച്ചിട്ട് മാരേജും ഡിഫറെൻ്റ് ആവാറുണ്ട്, ഡിവോഴ്സും ഡിഫറെൻ്റ് ആവാറുണ്ട്. അപ്പം എല്ലാ ഡിവോഴ്സും ഈക്വൽ തന്നെയാണോ, സെയിം ആണോ? ഇതിനകത്ത് പേഴ്സണൽ ലോ, മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് ഡിവോഴ്സ് ചെയ്യാൻ പ്രൊവിഷനുണ്ട്. ഓക്കെ. പക്ഷേ പുരുഷന്മാർക്ക് നിയമപരമായി കോടതി പരമായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് അവർക്ക് പള്ളി മുഖാന്തരം തലാക്കേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് സ്ത്രീക്ക് മാത്രമേ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പ്രൊവിഷൻ ഉള്ളൂ. പക്ഷെ ജോയിന്റ് പെറ്റീഷൻ രണ്ടുപേർക്കും ഫയൽ ചെയ്യാം, മ്യൂച്വൽ ആയിട്ട് ഡൈവോഴ്സ് ചെയ്യാം രണ്ടുപേരും വില്ലിംഗ് ആണെങ്കിൽ. അല്ലാത്ത പക്ഷം പറ്റില്ല. മറ്റു റിലീജിയൻസിനെ സംബന്ധിച്ച് പറ്റും. സ്ത്രീക്കും പുരുഷനും പ്രൊവിഷൻ ഉണ്ട് ഫയൽ ചെയ്യാനായിട്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഡിഫറൻസ്. ഇനി മറ്റൊരു കാര്യം കൂടി മാം, ഇപ്പൊ ക്രുവൽറ്റി എന്ന് പറയുന്നൊരു ഗ്രൗണ്ട് ഡിവോഴ്സിന്റെ ഗ്രൗണ്ട് ആണെന്ന് നമ്മൾ കഴിഞ്ഞതിന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്രുവൽറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം, സ്ത്രീകളോട് കാണിക്കുന്നത് മാത്രമാണോ ക്രുവൽറ്റി? അല്ല, ക്രുവൽറ്റി ഗ്രൗണ്ടായിട്ട് പുരുഷന്മാർക്കും ഫയൽ ചെയ്യാം, ഡിവോഴ്സ് ഫയൽ ചെയ്യാം. പുരുഷന്മാർക്ക് കുടുംബ കോടതി എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിൽ സ്ത്രീക്കും പുരുഷനും ഈക്വൽ ആയിട്ട്, അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമല്ല, തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ് കുടുംബ കോടതി. അത് തെറ്റാണ്. പുരുഷനും സ്ത്രീക്കും ഈക്വൽ ആയിട്ട് കുടുംബ കോടതി അപ്രോച്ച് ചെയ്യാം. എല്ലാ ഗ്രൗണ്ട്സും സ്ത്രീകൾക്കും പുരുഷനും ഒരേപോലെ ബാധകമാണ്. മനസ്സിലായില്ലേ? കുടുംബ കോടതിയിൽ. ഓക്കെ. അപ്പോൾ മാമിന്റെ മുന്നിലേക്ക് വരുന്ന സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, ഇപ്പൊ ക്രുവൽറ്റി ഒരു വലിയ ഗ്രൗണ്ട് ആക്കി പറയാറുണ്ടോ ജീവിതത്തിൽ? സ്ത്രീകളിൽ നിന്നും ഇതുപോലെ ക്രുവൽറ്റി അനുഭവിക്കുന്നു എന്ന് പറയാറുണ്ടോ? തീർച്ചയായിട്ടും. കേസുകളൊക്കെ വരുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നവരായിട്ടൊക്കെ കാണാറുണ്ട്. പക്ഷെ കൂടുതലും സ്ത്രീകളാണ് സഹിക്കുന്നത്. ഓക്കെ. സാധനങ്ങൾ എടുത്തെറിയുക, ഭാര്യ എന്തെങ്കിലും പ്രതികരിച്ചാൽ അവരെ അടിക്കുക, ഇങ്ങനത്തെ ക്രൂവൽറ്റി ഇപ്പോഴും ഉണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള ക്രൂവൽറ്റി ഉണ്ട്. ഓക്കെ. നാർസിസത്തിനെ കുറിച്ച് മാമിന് എന്താണ് അഭിപ്രായം? നമ്മളിപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അത് കറക്റ്റായിട്ട് ഇപ്പം ഒരാൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, ആ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, അങ്ങനെയല്ല അത്. ഓക്കെ. എല്ലാത്തിനും നമ്മൾ ഒരു ടേമിൻ്റെ അകത്തേക്ക് കൊണ്ടിടാൻ പാടില്ല. നമുക്കൊരു കേസ് കണ്ടാലേ നമുക്കറിയാവൂ അതെന്ത് പേഴ്സണാലിറ്റി ആണെന്നുള്ളത്. പേഴ്സണാലിറ്റീസിൽ തന്നെ നമുക്കറിയാം രണ്ടുപേര് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അല്ല, നമ്മളോട് വരുന്ന കേസുകളിൽ അയ്യോ അത് ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ആണ്, തീരെ സഹിക്കാൻ പറ്റുന്നില്ല, അത് അവരുടെ വ്യൂ മീൻസ് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന കുറേ കാര്യങ്ങൾ വച്ചിട്ടാണ്. പക്ഷെ ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എനിക്കത് പല കാര്യങ്ങളും കൂടെ അസസ് ചെയ്താലേ ഇത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ, ഇത് സംതിങ് റിലേറ്റഡ് ടു എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടാവുന്ന അഗ്രഷൻ ആണോ, അത് എന്താണെന്നുള്ള മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇത് കറങ്ങി നടക്കുകയാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും പറഞ്ഞുകൊണ്ട്. ഓക്കെ. അപ്പം ഇഷ്യൂസ് ഉണ്ടാവുന്നത് പല റീസൺസും ഉണ്ടാവാം. പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു ഫാക്ടർ തന്നെയാണ്. ഇത് മാത്രമല്ലല്ലോ പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ളത്. ഇപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ട്. അവർ പെട്ടെന്ന് ഇമോഷണലി വളരെ വൾണറബിൾ ആയിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കയറെടുക്കും, കൈമുറിക്കും, ഭയങ്കരമായിട്ട് അവർക്കൊരു ഏകാന്തത ഫീൽ ചെയ്യപ്പോഴാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിൽ നിന്ന് ഒന്നുണ്ടാവുന്ന ഇമോഷണൽ ഇഷ്യൂസാണ് ബാക്കി കാണുന്നത്. ഓക്കെ. അപ്പൊ ഇതെല്ലാം സൂസൈഡിന് ഒരു റീസൺ ആണ്. നമ്മൾ ഈ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ചില ചാനൽസിനകത്ത് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഹസ്ബൻഡിന് ഇന്ന ക്വാളിറ്റീസ് ഉണ്ടോ എങ്കിൽ അയാൾ പെർഫെക്റ്റ് പാർട്ണർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ഇങ്ങനെയൊക്കെയാണോ 10 ഗുണങ്ങൾ കാണിച്ചിട്ട് ഇങ്ങനെയാണെന്ന് പറയാറുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്ന 1-2 പേര് ഇതൊന്നും എന്റെ ഹസ്ബൻഡിന് ഇല്ല, അതുകൊണ്ട് തന്നെ അയാൾ ഗുഡല്ല, ചീറ്റിംഗ് ആണ് എന്ന രീതിക്ക് സംസാരിച്ച് വരുന്ന ആൾക്കാരെ ഇന്ന് കാണുന്നുണ്ട്. അപ്പൊ അതെല്ലാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അല്ലേ? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം എന്താണെന്നും നമ്മളുടെ ലൈഫിന്റെ നമ്മുടെ പാർട്ണർ ആരാണെന്നും എന്താണെന്നും തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നും നമുക്ക് ഫീൽ ചെയ്യുകയാണ്. ഓക്കെ, എന്നെ കെയർ ചെയ്യുന്നില്ല, കൺസേൺ. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പെൺകുട്ടികൾ
സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരുമാണ്. അവർക്ക് മറ്റൊരാളുടെ കെയറിങ് എന്തിനാണ്? കെയറിങ്ങും കൺസേണിൻ്റെ ആവശ്യമില്ല. അതിൽ നിന്നാണ് എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചില്ലെങ്കിൽ എന്നെ എൻ്റെ ഹസ്ബൻഡ് സ്നേഹിക്കുന്നില്ല. അല്ല, അത് എന്താന്ന് വെച്ചാൽ മാം ഞാൻ പറഞ്ഞില്ലേ, അതായത് വീട്ടിൽ പാമ്പറിങ്, ഈ പാമ്പറിങ് എന്ന് പറഞ്ഞ ഒരു വേർഡാണ് ഏറ്റവും കൂടുതൽ ഈ ഫാമിലി ലൈഫിൻ്റെ ഒരു തകർച്ചയ്ക്ക് കാരണം. ഈ പെൺകുട്ടികളെയും ആൺകുട്ടികളെ, ഏറ്റവും കൂടുതൽ ആൺകുട്ടികളെയാണ് കുടുംബത്തിൽ അമ്മ കൃത്യമായിട്ട് ഒരു 25 വയസ്സായാലും അമ്മ തന്നെയാണ് വാരി കൊടുക്കുന്നത്. ഇവർ കല്യാണ ജീവിതത്തിലോട്ട് പോകുമ്പോഴത്തേക്കും അത് അവസാനം ഈ പെൺകുട്ടിക്ക് ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഈ പെൺകുട്ടീനെയും പാമ്പർ ചെയ്യുമ്പോഴത്തേക്കാണ് അവർക്കൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പാമ്പറിങ് ആണ് ഏറ്റവും വളരെ, അതായത് ഒരു വില്ലനായിട്ട് കാണുന്നത്. ഇന്നും നമുക്ക് എന്താണ് നല്ല പാരന്റിങ് എന്നുള്ളത് അറിയില്ല. ഇപ്പം പാമ്പർ ചെയ്യാതിരുന്നത് എന്താണ് പ്രശ്നം? സ്കൂളിൽ ചെല്ലപ്പോഴത്തേക്ക് വേറൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്, തൻ്റെ ബർത്ത്ഡേ ഇല്ല, അപ്പോൾ അച്ഛനും അമ്മയ്ക്കും തന്നോട് സ്നേഹമില്ല. ഇപ്പൊ പാരന്റ്സിന് അങ്ങോട്ടും തിരിയാൻ പറ്റൂല, ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പാമ്പർ ചെയ്തില്ലെങ്കിലും ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവും, പാമ്പർ ചെയ്താൽ ബിഹേവിയർ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഈ രണ്ടിന്റെയും നടുക്ക് നിന്ന് എങ്ങനെ നല്ലൊരു പാരന്റ് ആവണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ആളുകൾക്ക് അറിയില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു പാരന്റ്, അതായത് കുട്ടികളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ട ഒരു സജഷൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മളെ കുട്ടികൾക്ക് ഇപ്പൊ ഉപദേശം ഇഷ്ടമല്ല. ഓക്കെ, ഏത് സമയം നമ്മൾ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ള കുട്ടികളല്ല. ഓക്കെ, ക്വാളിറ്റി ടൈം അത് എങ്ങനെ കൊടുക്കണം? നമ്മളിപ്പോൾ എല്ലാ ചർച്ചയ്ക്കും സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നതാണ് ക്വാളിറ്റി ടൈം കുട്ടിക്ക് കൊടുക്കണം, കുട്ടിക്ക് ക്വാളിറ്റി ടൈം കൊടുക്കണം എന്നുള്ളത്. കുട്ടിക്ക് ക്വാളിറ്റി ടൈം പോയിട്ട് ടൈം ഇല്ല ജീവിതത്തിൽ. മിക്ക കുട്ടികളും വീട്ടിൽ വന്ന് കയറുന്നത് 8-9 മണിക്കാണ്. ട്യൂഷൻസ് LKG പഠിക്കുന്ന കുട്ടിക്ക് പോലും ഉണ്ട് ട്യൂഷൻ. ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് ക്വാളിറ്റി ടൈം കൊടുക്കാനായിട്ടുള്ളത്? കുട്ടികൾ വന്ന ഉടനെ ഒന്നീ TV തുറന്നു വെച്ചിട്ട് ഗെയിംസ് ഇരുന്ന് കാണും, യൂട്യൂബിൽ ഗെയിം കൊടുത്തില്ലെങ്കിൽ. അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഗെയിം കളിക്കാൻ തുടങ്ങും. ആ സമയത്ത് മക്കളെ വാടാ, ഞാൻ ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറഞ്ഞ കുട്ടികൾ സമ്മതിക്കില്ല. കുട്ടികൾക്ക് അങ്ങനെയല്ല വേണ്ടത്. അപ്പം നമ്മൾ ഈ പറയും പോലെ ഒരു ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ടുള്ള ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുന്നത് അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. നമുക്ക് ചർച്ചയ്ക്കൊക്കെ നമുക്ക് പറയാം. എല്ലാവരും ഒരേ ഭക്ഷണം ഒരേ സമയത്ത് വന്നിരുന്ന് കഴിക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരിക്കാം, അവർക്ക് ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും അവരുടെ വർക്ക്. അവരെങ്ങനെയാണ് വന്നിരുന്ന് ഫാമിലിയുടെ കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കണം? ആ സമയത്തേക്ക് കോൾ വരുന്നത്. എനിക്ക് ഒരുപാട് കൗൺസിലിംഗ് സെഷനിൽ ഞാൻ കണ്ടിട്ടുള്ള കേസുകളാണ്. അവർ വർക്ക് ചെയ്യുന്നോണ്ടിരിക്കുന്ന സമയം കുട്ടികൾ വന്നിരുന്ന് തട്ടും വാതിലിൽ. ഇവർക്ക് വർക്കിൽ നിന്ന് എണീക്കാൻ പറ്റില്ല, അവിടെ ഒരാൾ ക്യാമറയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എവിടെയാണ് ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുന്നത്? ക്വാളിറ്റി ടൈം നല്ലതാണ് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ യാത്രകളൊക്കെ കൊണ്ടുപോവുക, സമയം കണ്ടെത്തുക. പിന്നെ നമുക്ക് തന്നെ അറിയാം, പല കെയർ ഹോമിൽ കുട്ടികളെ കൊണ്ടുപോവുക. നിങ്ങൾ കാണാത്ത ഒരു സമൂഹം, ചിൽഡ്രൻസ് ഹോമുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള റിയലൈസേഷൻ അത് വളരെ നല്ല ഒരു പാർക്കിലും മറ്റു സ്ഥലത്ത് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സ്പേസ് തീർച്ചയായിട്ടും ഇങ്ങനെ ഇൻസൈറ്റ് ഉണ്ടാവണം. നമ്മുടെ ചുറ്റും ഈ ഒരു സമൂഹം മാത്രമല്ല, കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതല്ലെങ്കിൽ ഒരാള് എങ്ങനെ നമുക്ക് തന്നെ മോഡലാവാം. നമ്മളെ കുട്ടിയുടെ മുമ്പേ നമ്മളെ പാരൻസിൻ്റെ അടുത്ത് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ഇതെല്ലാം കണ്ടിട്ടാണല്ലോ കുട്ടി വളരുന്നത്. പല കേസിലും കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയുടെ അമ്മയെ നോക്കുന്നില്ല എന്നും പറഞ്ഞ് ഗ്രീഫായിട്ട്, അമ്മൂമ്മ മരിച്ചതിന് ശേഷം ഗ്രീഫായിട്ട് വേണ്ട കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം, ഒരു കുടുംബത്തിൽ കുറച്ച് ദിവസം കഴിയപ്പോൾ പാർട്ടീഷൻ വരും. ഓക്കെ, അപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇന്ന് വരെ മാമൻ്റെ കുട്ടിയിലൂടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി അടുത്ത ദിവസം മാമനും മാമിയും കുട്ടിയും കൂടെ വേറൊരു വീട്ടിലേക്ക് മാറുന്നു. റോഡിൽ വെച്ച് അമ്മയുടെ അടുത്തുള്ള ദേഷ്യം കാരണം മടിയിൽ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ മാമൻ റോഡിൽ വെച്ച് കണ്ടാൽ പോലും മിണ്ടൂല. കുട്ടിക്ക് അത് ഇമോഷണൽ പെയിനാണ്. അവർക്കറിയില്ല ഈ സ്വത്തിൻ്റെ വാല്യൂ ഒന്നും. അവർക്ക് വേണ്ട എന്താണ്? കളിക്കണം, കുട്ടികളുമായിട്ട് കസിൻസായിട്ടൊക്കെ കളിക്കണം. ഇതെല്ലാം ഇമോഷണൽ പെയിൻ ഉണ്ടാക്കും. ഇതെല്ലാം പിൻകാലത്ത്
മറ്റൊരു പല പ്രശ്നങ്ങളുമായിട്ട് വരും. ഈ പ്രശ്നങ്ങളൊക്കെയാണ് ഈ കണ്ടക്ട് ഡിസോർഡറും ഈ ആന്റി സോഷ്യൽ ബിഹേവിയർ ആയിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞാൽ കണ്ടക്ട് ഡിസോർഡറിന് കുറച്ചൊക്കെ ഇത് മാത്രമൊന്നും ആവണമെന്നില്ല. അല്ല, അവർക്ക് ഈ ഉണ്ടാവുന്ന ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം കുറച്ചൊക്കെ ജനറ്റിക് ലോഡിങ് ഒക്കെ വരാമല്ലോ, അതൊക്കെ ഉണ്ടാവാം. പിന്നെ നമ്മളെ എൻവയറമെന്റൽ സിറ്റുവേഷൻ ഓഫ് കോഴ്സ് അതും ഒരു ഇത് തന്നെയാണ്.